ഈ നമ്മള് ഈ ജോത്സ്യന് പറയത്തില്ല ഓരോ നാളിനും ഓരോ ഇതുണ്ട്, അതൊക്കെ ഈ സ്റ്റോൺ കിട്ടാൻ നല്ല ഇതാണ്. പോസിറ്റീവായിട്ടും ഒരു നമ്മളിപ്പോ ഒരു കാര്യം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന പോലെ പോസിറ്റീവും ഉണ്ടല്ലോ. നമ്മളിപ്പം എന്താ പറയാ, ഇപ്പം ചില സമയത്ത് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് വരും. അതേപോലെ തന്നെ ചിലരെ ചിലരോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നു. നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടുന്നതാണ്. എല്ലാവരുടെയും നിന്ന് നമ്മുടെ നമ്പർ സേവ് ചെയ്യാറില്ല, എല്ലാവരുമായിട്ട് നമ്മൾ ഡീപ്പ് ആവത്തില്ല. പക്ഷെ നമ്മളുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അവരും നമ്മളും തമ്മിലുള്ള നെഗറ്റീവും പോസിറ്റീവായിട്ട് വൈബ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ, നമുക്ക് അവരോട് ഒരു ആത്മാർത്ഥതയൊക്കെ തോന്നുന്നു. അതേപോലെ തന്നെ ഈ സ്റ്റോൺസിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒറിജിനൽ സ്റ്റോൺസ് ആണെങ്കിൽ അതിൽ നെഗറ്റീവും പോസിറ്റീവും വന്നിരിക്കും. അപ്പൊ അതിപ്പോ നമ്മുടെ ബേർത്ത് സ്റ്റോൺ, ഇനി ഒരു ജോത്സ്യം പറയാണ് ബേർത്ത് സ്റ്റോൺ ഇന്ന നിങ്ങളുടെ റൂബിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമറാൾഡ് ഇടണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇടുന്നത് ഒറിജിനൽ ആണെങ്കിൽ ജോത്സ്യന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പറയുന്ന ചാർട്ട് കറക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ഒറിജിനൽ ആയിരിക്കും. എന്നാലേ ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടുന്ന സ്റ്റോൺ, നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റോൺ വാങ്ങിക്കുന്ന സ്ഥലം അല്ലെ അതിന്റെ സ്ഥാപനം, അവിടെ വിൽക്കുന്ന സാധനം ഒറിജിനൽ ആയിരിക്കും. അതിനിപ്പോ സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ ജ്യോതിമാരെയോ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ ഇടുന്ന സ്റ്റോൺ ഒറിജിനൽ ആണെങ്കിൽ അതിന് റിസൾട്ട് 150% ഗ്യാരണ്ടിയാണ്. ഈ നമ്മൾ പറയുമല്ലോ പ്രപഞ്ചത്തിലെ വായു, അഗ്നി, ജലം ഇതെല്ലാം നാച്ചുറൽ ആണ്. അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്, നാച്ചുറൽ ആണ് ഈ സ്റ്റോൺസ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനത്തെ സ്റ്റോൺസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, നമ്മുടെ നാച്ചുറൽസ്. ഇപ്പൊ നമ്മൾ നവരത്നങ്ങൾ പറയുന്നത് നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ഇപ്പൊ ഈ നവരത്നത്തിന്റെ കൂടെ നമ്മളിപ്പോ വേൾഡ് വൈഡ് ആയിട്ട് ഒരു ടോർമിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അതിന് ഇപ്പൊ നമ്മള് വേൾഡ് വൈഡ് ആയിട്ട് 10 രത്നങ്ങൾ, അതായത് നവരത്നത്തിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ട്, അതിപ്പം കേരളത്തില് ഇന്ത്യയിൽ ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇന്റർനാഷണൽ ലെവലില് അതിനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ സ്റ്റോണിന്. പക്ഷെ സെമി പ്രഷ്യസ് സ്റ്റോൺസിൽ ഏറ്റവും കോസ്റ്റ്ലി സ്റ്റോൺസ് ആണ് ഈ ടോർമിൽ എന്ന് പറഞ്ഞ സ്റ്റോൺ. അതുകൊണ്ട് ഇതിനെ 10 രത്നങ്ങളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനത്രയും പവറുണ്ട്, ഹീലിംഗ് പവറാണ്. അതായത് ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ കണ്ണേർ, ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക്, ട്രാക്ക്, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത് നമ്മളുടെ കടയിലാണേലും നമുക്ക് എൻക്വയറി വരുന്നതാണേലും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്റ്റോൺസ് ആണ് ടോർമിൽ. ഇത് കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ കുട്ടികളുടെ കത്ത് ചരട് കിട്ടുക, കണ്ണെഴുതുക, കൊടുക്കുക, അതൊക്കെയാണല്ലോ ചെയ്യുന്നത്. അതിന് പകരം ഇപ്പൊ ആരും കണ്ണെഴുതാനൊന്നും ഇടാനൊന്നും സമയമില്ല. അപ്പൊ അതുകൊണ്ട് കറുത്ത ചരടൊക്കെ ഔട്ട് ഫാഷനായി. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോൺ യൂസ് ചെയ്തില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള എനർജീസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കി കൃത്യമായിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ അതിന്റെ ക്യാരറ്റും ഇതൊന്നുമല്ല, ക്വാളിറ്റി ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് നോക്കി തന്നെ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്കത് പണിയെടുക്കാം. ഇതിപ്പോ ആൾക്കാര് ഓർണമെന്റ്സ്, ഇപ്പൊ ഞാൻ ബോസ്റ്റോണിന്റെ കാര്യമാണ് പറഞ്ഞത്, മോതിരങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മളിത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ പറയുന്ന ഈ എല്ലാ സ്റ്റോണും എല്ലാവർക്കും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ റിംഗിലാണ് കൂടുതലും നമ്മളെല്ലാവരും റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ റിങ്ങിന്റെ ബാക്ക് സൈഡ്, അതായത് നമ്മൾ അല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കിയിട്ടാണ്. ഈ റിങ്ങിന്റെ ഗോൾഡ് ചെയ്യുമ്പോൾ അല്ല സിൽവർ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇത് ഓപ്പൺ ആക്കി ചെയ്യുമ്പോഴാണ് അതിന്റെ പവർ നമുക്ക് വരുന്നത്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും എല്ലാ യൂസ് ചെയ്യാം. പിന്നെ അതിന് പറഞ്ഞ പോലെ റിങ്ങിലാണ് ഈ കൂടുതൽ പവർ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്മല്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് മിക്കവാറും ആൾക്കാർക്കും അതൊന്നും വലിയ കെയറിങ് ഇല്ല. അവര് ലൂസഫർ മാല, കമ്മല്, വള എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്റ്റോൺസും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മള് റഫ് യൂസ് അല്ല. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യുക, വന്നിട്ട് മാറ്റി വെക്കുക. എല്ലാ സ്റ്റോണും എല്ലാവർക്കും യൂസ് ചെയ്യണം. ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. 4500 സ്റ്റോണാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ കൈകളിലേക്ക് എത്തിയത് കൂടി വന്ന ഒരു 1500-2000 സ്റ്റോണൊക്കെയാണ് നമ്മുടെ കയ്യിലേക്ക്. 1500 സ്റ്റോൺ കാണുമായിരിക്കും നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളൂ. 4500 സ്റ്റോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഈ വേൾഡിൽ. അപ്പൊ അതിങ്ങനെ പതുക്കെ, അതായത് ഇപ്പൊ നമ്മളെ റൂബിയിൽ തന്നെ അല്ലെങ്കിൽ എമിത്തിസിൽ അല്ലെങ്കിൽ പിന്നെ പേൾസിൽ തന്നെ കളർ ഡിഫറൻസ് വരുന്ന പോലെയാണ് സ്റ്റോൺസിൽ ഇങ്ങനെ ഓരോ കളർ, നല്ല നല്ല കളറുകളൊക്കെയാണ് ഓരോ സ്റ്റോണും കണ്ടിട്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഗ്രീൻ റൂബി ഉണ്ട്, അത് വന്നതും പെട്ടെന്ന് സെയിലായി നമുക്ക്. കാരണം വളരെ നല്ലൊരു കളർ ഗ്രീനാണ്, ആൾക്കാർക്ക് റെയർ കളർ. അപ്പൊ ആൾക്കാർക്ക് അത് കാണുമ്പോ തന്നെ ഇഷ്ടമാവും. അത് അവരുടെ റേറ്റ് നോക്കുമ്പോൾ അവര് നമുക്ക് വന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ വന്ന തിങ്സ് എല്ലാം നമുക്ക് സെയിലായി. അപ്പൊ അങ്ങനെ ഈ ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഈ പറയുന്ന പവറുകളൊന്നും മൈൻഡ് ചെയ്യാതെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും.